ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്യാം ദ സെയിലർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെർച്ചൻ്റ് നേവിയുടെ ഗുണങ്ങളെ പറ്റിയാണ്. അതായത് മെർച്ചൻ്റ് നേവി ജോലിയിൽ നമ്മൾ പ്രവേശിച്ചതിന് ശേഷം നമ്മുടെ ലൈഫിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പായി ഞാൻ ദോഷങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാണേണ്ടവർക്ക് ജസ്റ്റ് ഒന്ന് പോയി കാണാം മെർച്ചൻ്റ് നേവിയിൽ പോയാൽ എന്തൊക്കെ ദോഷങ്ങളാണുള്ളതെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഗുണങ്ങളെ പറ്റി നമ്മളിപ്പം 8 പോയിൻറ്റ്സാണ് ഞാൻ എടുത്ത് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൈ സാലറിയാണ്. അതായത് ഇപ്പം മറ്റ് ജോലികളെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ മെർച്ചൻ്റ് നേവി ജോലിയിൽ കൂടുതൽ ശമ്പളമാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഈ മെർച്ചൻ്റ് നേവിയുടെ ഹൈ പോസ്റ്റായ ക്യാപ്റ്റന് ഇപ്പം ഓയിൽ ടാങ്കർ, കെമിക്കൽ ടാങ്കർ അങ്ങനത്തെ ഷിപ്പിലെ ക്യാപ്റ്റനൊക്കെ ഒരു മാസം 20 ലക്ഷം രൂപയാണ് ശമ്പളമായി കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പം ഒരു വർഷം സമ്പാദിക്കുന്ന വേറെ ജോലികളിലൊക്കെ പോയാൽ നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ നിന്നാലേ നമുക്ക് ഇതുപോലെ ശമ്പളം കിട്ടത്തുള്ളൂ. പക്ഷേ ഈ മെർച്ചൻ്റ് നേവിയിൽ ഒരു മാസത്തിൽ തന്നെ നമുക്ക് അത്രയും ഏൺ ചെയ്യാൻ പറ്റും. അതാണ് ഈ മെർച്ചൻ്റ് നേവിയുടെ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നോ ടാക്സ്. അതായത് നമ്മൾ ഈ ജോലിയിൽ ആർക്കും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ ഗവൺമെൻറ്റിനും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വേറെ ഏതെങ്കിലും കൺട്രിയിൽ അവിടെ പോയാലും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കിട്ടുന്ന ശമ്പളം മുഴുവനും നമുക്ക് തന്നെയാണ്. ആർക്കും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ചില ജോബുകളിലാണെങ്കിൽ, ഇപ്പോൾ ലാൻഡ് ജോബിലാണെങ്കിൽ ചില പേർ അമേരിക്കയിലും കാനഡയിലൊക്കെ പോകുന്നു, ദുബായ്, അബുദാബി അങ്ങനത്തെ കൺട്രികളിലൊക്കെ പോയാലും അവിടെ നമ്മൾ ഒരു എമൗണ്ട് ടാക്സ് ആയിട്ട് നമ്മൾ ആ കൺട്രിയിലുള്ളവർക്ക് കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ ന്യൂസിലാൻഡിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്നതിൽ ഒരു എമൗണ്ട് ടാക്സ് ആയിട്ട് ആ കൺട്രിയിലുള്ളവർക്ക് അത്രയും നമ്മൾ അവിടെ നിന്ന് തന്നെ സാധനം വാങ്ങണം. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പക്ഷേ മെർച്ചൻ്റ് നേവിയിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. അതായത് ഈ മെർച്ചൻ്റ് നേവിയിൽ നമ്മളിപ്പം ഡെക്ക് സൈഡൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ്. കാരണം നമ്മൾ നടുക്കടലിലാണ് കിടക്കുന്നത്. അവിടെ ഒരു വേസ്റ്റ് വായുവോ അതോ അങ്ങനത്തെ പൊല്യൂഷൻസ് ഒന്നുമില്ല. ഫ്രഷ് എയറാണ്. നമ്മൾ പുറത്തൊക്കെ പോയി നിന്ന് ശ്വസിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കാറ്റ്, ഒന്നാം തരം ഫ്രഷ് എയർ തന്നെ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് നല്ല ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് നമുക്ക് കിട്ടുന്നത് ഈ മെർച്ചൻ്റ് നേവിയിൽ. പിന്നെ നമ്മുടെ മെർച്ചൻ്റ് നേവിയിലെ ഇപ്പം ഫുഡായാലും കറക്റ്റ് ടൈമിങ്ങിനായിരിക്കും നമുക്ക് തരുന്നത്. ഇപ്പോൾ രാവിലത്തെ ഫുഡായാലും ഉച്ചയ്ക്കുള്ള ഫുഡായാലും രാത്രിയുള്ള ഫുഡായാലും ടൈമുണ്ട്. ആ ടൈമിൽ നമ്മൾ ഡെയിലി ഒരേ ടൈമിൽ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ തന്നെ നമ്മൾ മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പം അതും ഒരു പോയിൻ്റാണ്. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ കപ്പലിലെ ഫുഡാണ്. കപ്പലിലെ ഫുഡ് എന്ന് പറയുമ്പോൾ 5 സ്റ്റാറിന് വെല്ലുന്ന രീതിയിലായിരിക്കും. അത്രയ്ക്കും ഗംഭീരമായിരിക്കും കപ്പലിലെ ഫുഡ്. അത് നിങ്ങൾ വന്ന് കഴിച്ചു നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. അത്രയ്ക്കും രുചികരവും പെർഫെക്റ്റുമായിരിക്കും കപ്പലിലെ ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വേറെ ലാൻഡ് ജോബിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മളിപ്പം ആഹാരത്തിന് നമ്മൾ പൈസ കൊടുത്തായിരിക്കും കഴിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോയി ഹോട്ടലിൽ നിന്നായിരിക്കും കഴിക്കേണ്ടത്. പക്ഷേ കപ്പലിലെ മെർച്ചൻ്റ് നേവിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഫുഡ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് എല്ലാതരം ഫുഡുകളും കിട്ടിക്കൊണ്ടിരിക്കും. അതും മെർച്ചൻ്റ് നേവിയുടെ ഒരു അഡ്വാൻറ്റേജ്. ഗായ്സ്, അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ അഡ്വാൻറ്റേജിലോട്ട് പോകാം. അഞ്ചാമത്തെ അഡ്വാൻറ്റേജിൽ പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കും ചെയ്ത് ബെല്ലും കൂടെ ഒന്ന് തട്ടി വിട്ടേക്ക് ഗായ്സ്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ ഉടനടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ്, അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ വേൾഡ് ടൂറാണ്. അതായത് മെർച്ചൻ്റ് നേവിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കപ്പൽ മെയിനായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും അടുത്ത സ്ഥലത്ത് കാർഗോ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കൺട്രിയിൽ നമ്മളിപ്പം ചുറ്റിക്കാണണമെങ്കിൽ ഷോർ പാസ് എടുത്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് ആ കൺട്രി മൊത്തം ചുറ്റിക്കാണാൻ പറ്റും. അതിന് നമുക്ക് വിസ എന്ന് പറയുന്ന സാധനം ആവശ്യമില്ല. അപ്പോൾ വിസ ഇല്ലാതെ ലോകം മൊത്തം ചുറ്റിക്കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ജോബാണ് മെർച്ചൻ്റ് നേവി. അപ്പോൾ മെർച്ചൻ്റ് നേവി ഇത് ഒരു ബെസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഗായ്സ്. അപ്പോൾ ആറാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോങ് വെക്കേഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ ലോകത്തിലെ ഏത് ജോലിക്ക് പോയാലും 10 ദിവസം 20 ദിവസം കഴിയുമ്പോൾ തിരിച്ച് നമ്മൾ ജോലിക്ക് കയറേണ്ടി വരും. ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ 2 മാസം, അതിനുള്ളിൽ നമ്മൾ തിരിച്ച് ജോലിക്ക് കയറേണ്ടി വരും. പക്ഷേ മെർച്ചൻ്റ് നേവിയെ സംബന്ധിച്ച് നമ്മൾ ഒരു കോൺട്രാക്റ്റ് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ചോയ്സാണ്. നമ്മൾ എപ്പോഴാണോ തിരിച്ചു പോകേണ്ടത് അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് അടുത്ത ജോലി കണ്ടുപിടിച്ച് നമ്മൾ പോകണം. അപ്പോൾ അത് ലോങ് വെക്കേഷനാണ്. നമുക്ക് ആ ഒരു ഇതില്ല, നമുക്ക് ടൈം ലിമിറ്റ് ഇല്ല. ഇത്ര ടൈമിനുള്ളിൽ നമ്മളെല്ലാം ചെയ്ത് തീർക്കണം അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. നമ്മൾ സമാധാനത്തോടെ നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റും. അതാണ് ഒരു ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മെർച്ചൻ്റ് നേവിയുടെ അഡ്വാൻറ്റേജസ് ലിസ്റ്റിൽ ഇതും പെടും. അപ്പോൾ ഏഴാമത്തെ അഡ്വാൻറ്റേജ് എന്താണ് മെർച്ചൻ്റ് നേവിയിൽ എന്ന് ചോദിച്ചാൽ സെപ്പറേറ്റ് റൂമാണ്. അതായത് സെപ്പറേറ്റ് റൂമിൽ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അത് ഇപ്പോൾ ദുബായിലും അബുദാബിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ചിലർ 10-15 പേരാണ് ഒരു റൂമിൽ പിരിങ്ങിയൊക്കെ കിടക്കുന്നത്. പക്ഷേ ഈ മെർച്ചൻ്റ് നേവിയിൽ വന്നാൽ നമുക്ക് സെപ്പറേറ്റ് സെൻട്രലൈസ്ഡ് AC ആണ് റൂമാണ് തരുന്നത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്ക് ഒരു പ്രത്യേകം സ്റ്റഡി ടേബിളും അതും ഇതും എല്ലാം അവർ നമുക്ക് പ്രത്യേകമായിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അതും മെർച്ചൻ്റ് നേവിയുടെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്.
ഗായ്സ്, അപ്പോൾ നമ്മുടെ 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ആണ്. അപ്പോൾ അവസാന പോയിന്റും കൂടെയാണിത്. അപ്പം മെഡിക്കൽ ചെക്കപ്പ് നമുക്ക് ഫ്രീ ആണ്. അതായത് വേറെ കമ്പനി ലാൻഡ് ജോബിലൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മെഡിക്കൽ ചെക്കപ്പിന് നമ്മൾ 5000 10,000 ഒക്കെ നമ്മൾ എണ്ണി കൊടുക്കേണ്ടി വരും. പക്ഷേ ആ ഒരു പ്രശ്നം ഈ മെർച്ചൻ്റ് നേവിയിൽ ഇല്ല. അത് കമ്പനിയാണ് നമുക്ക് മെഡിക്കൽ ചെക്കപ്പിന് എല്ലാം തരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം സൈൻ ഓണും സൈൻ ഓഫ് ഒക്കെ നമ്മളിപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പം ഒരു രാജ്യത്തോട്ട് നമ്മൾ ഫ്ലൈ ചെയ്ത് പോയതിന് ശേഷം അവിടെ സ്റ്റേ ചെയ്യേണ്ടതും കമ്പനി തന്നെയാണ് നോക്കുന്നത്. അതില്ലാതെ നമുക്കിപ്പോൾ സാധാരണ ഹോട്ടൽസ് ഒന്നും അവർ തരത്തില്ല. കുറഞ്ഞത് 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ അങ്ങനത്തെ ഹോട്ടലേ നമുക്കിപ്പം മെർച്ചൻ്റ് നേവിക്കാർക്ക് പ്രൊവൈഡ് കമ്പനി ചെയ്യത്തുള്ളൂ. നല്ല ഹോട്ടലും നല്ല ഫുഡും ആയിരിക്കും തരുന്നത്. ഇപ്പം നമ്മുടെ കപ്പൽ ഒരു 3-4 ദിവസം ആങ്കറിലായിരിക്കും. അത്ര ദിവസം നമുക്ക് കപ്പലിൽ കയറാൻ പറ്റത്തില്ല. നമ്മൾ സൈൻ ഓൺ ആയതിനു ശേഷം ആ 3-4 ദിവസവും നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലോ 3 സ്റ്റാർ ഹോട്ടലിലോ ആയിരിക്കും കമ്പനി നമ്മളെ വച്ചിരിക്കുന്നത്. കപ്പൽ പോർട്ടിൽ വന്നതിന് ശേഷം നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെർച്ചൻ്റ് നേവിയുടെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ സൈൻ ഓഫ്. ബൈ ഗൈസ്.